നമസ്കാരം. ഇന്ന് നമ്മൾ IGNOU MPC 001 എന്ന കോഴ്സിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2ലേക്ക് ഒരു ആഴത്തിലുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. വിഷയം പഠനത്തിലും ഓർമ്മയിലുമുള്ള വിവര സംസ്കരണം, അതായത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഇൻ ലേണിംഗ് ആൻഡ് മെമ്മറി. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് നമ്മുടെയൊക്കെ മനസ്സ് എങ്ങനെയാണ് ഈ വിവരങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ഓർത്തുവെക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ? തീർച്ചയായും. ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനെ ഒരു കമ്പ്യൂട്ടർ പോലെ കാണുന്ന ഒരു രീതിയാണ്. വിവരങ്ങൾ വരുന്നു, അത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, പിന്നെ ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കുന്നു. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് എന്ന കാഴ്ചപ്പാട് നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്, ഓർക്കുന്നത് എന്നതിനെപ്പറ്റി ഒരുപാട് ഇൻസൈറ്റ്സ് തരുന്നുണ്ട്. ശരിയാണ്. ഈ കമ്പ്യൂട്ടർ താരതമ്യം തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണെങ്കിലും സത്യത്തിൽ മനുഷ്യ മനസ്സ് അതിനേക്കാളൊക്കെ എത്രയോ സങ്കീർണമാണല്ലേ. അപ്പോൾ ഈ തിയറി പറയുന്ന അടിസ്ഥാനപരമായ ചില തത്വങ്ങള്, നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്തൊക്കെയാണ്? നമുക്ക് യൂണിറ്റ് 2വിലെ ആ പ്രധാന ആശയങ്ങളിലേക്ക് കടക്കാം. വളരെ ശരിയാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു 4 തത്വങ്ങളാണ് ഈ സമീപനം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തേത് ലിമിറ്റഡ് കപ്പാസിറ്റി എന്നുവെച്ചാൽ നമ്മുടെ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ശേഷി അത് പരിമിതമാണ്. ഒരു സമയത്ത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിവരങ്ങൾക്ക് ഒരു അതിരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ കുട്ടികളിൽ ഷോർട്ട് ടേം മെമ്മറിയുടെ കപ്പാസിറ്റി മുതിർന്നവരെക്കാൾ കുറവായിരിക്കും. ഓഹോ, അപ്പം നമ്മളിപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ കൂടെ ഫോണും നോക്കുന്നു, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്താൽ ഈ ലിമിറ്റഡ് കപ്പാസിറ്റി കാരണം പഠിക്കുന്ന കാര്യം ശരിക്ക് തലയിൽ കേറില്ല എന്ന് വരും അല്ലേ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ, കൃത്യമായിട്ട്. കാരണം ശ്രദ്ധ പലയിടത്തായി പോവുകയാണല്ലോ. ഇനി രണ്ടാമത്തെ തത്വം, ചില പ്രത്യേക തരം വിവരങ്ങൾ അത് ഓർഗനൈസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും നമ്മൾ ജനിതകമായിട്ട് തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. ഒരു ജനറ്റിക് പ്രിപ്പയർഡ്നെസ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു നവജാത ശിശു മറ്റു വസ്തുക്കളെക്കാളും ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാനാണ് കൂടുതൽ സാധ്യത. അത് ശരിയാണല്ലോ. അതുപോലെ ലോകത്തെവിടെയുള്ള കുട്ടികളാണെങ്കിലും ഏകദേശം ഒരേ പ്രായത്തിൽ ഭാഷ പഠിച്ചു തുടങ്ങുന്നത് കണ്ടിട്ടില്ലേ? അതും ഈ ഒരു ജനിതകപരമായ സജ്ജീകരണത്തിന്റെ ഭാഗമായാണ് കരുതുന്നത്. ശരിയാണ്, അത് വളരെ കൗതുകകരമായിരിക്കുന്നു. പക്ഷേ ഈ ജനിതകപരമായ സജ്ജീകരണം മുഖം തിരിച്ചറിയുന്നത് പോലെയുള്ള കുറച്ച് അടിസ്ഥാന കാര്യങ്ങളിലല്ലേ കൂടുതൽ പ്രസക്തമായി വരുന്നത്? നമ്മളിപ്പോൾ സൈക്കോളജി പോലെ കുറച്ചുകൂടി കോംപ്ലക്സായ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഇതിന് എത്രത്തോളം പങ്കുണ്ട്? അതൊരു നല്ല ചോദ്യമാണ്. അവിടെയാണ് മൂന്നാമത്തെ തത്വം വരുന്നത്. പുതിയ വിവരങ്ങൾ നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ആ പുതിയ വിവരങ്ങളെ നമ്മുടെ മനസ്സിൽ ഓൾറെഡിയുള്ള നിലവിലുള്ള ഓർമ്മഘടനകളുമായിട്ട്, അതായത് എക്സിസ്റ്റിംഗ് മെമ്മറി സ്ട്രക്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഫ്രെഡറിക് ബാർട്ട്ലെറ്റ് പറഞ്ഞ സ്കീമ എന്ന ആശയം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കീമ. അതെ, നമ്മുടെ പഴയ അറിവുകൾ, നമ്മുടെ അനുഭവങ്ങൾ, വിശ്വാസങ്ങൾ ഇതൊക്കെ ചേർന്ന് ഒരു മാനസിക ചട്ടക്കൂടാണ് ഈ സ്കീമ. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ വരുമ്പോൾ അതിനെ ഈ സ്കീമകളുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയാൽ പഠനം എളുപ്പമാകും, ഓർമ്മ കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ സാംസ്കാരികവും സാമൂഹികവുമായ ചുറ്റുപാടുകൾ അതും ഈ സ്കീമകളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ സിംപിളായി പറഞ്ഞാല് നമ്മൾ ഈ സൈക്കോളജി തിയറി പഠിക്കുമ്പോൾ അത് വെറുതെ കാണാതെ പഠിക്കുന്നതിനു പകരം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലൊരു അനുഭവവുമായിട്ടോ അല്ലെങ്കിൽ മുൻപ് പഠിച്ച മറ്റേതെങ്കിലും ഒരു ആശയവുമായിട്ടോ ഒന്ന് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കും. പഠനം അപ്പോൾ കുറച്ചുകൂടി പേഴ്സണൽ ആവുന്നു അല്ലേ? തികച്ചും ശരിയാണ്, അതുതന്നെ. ഇനി നാലാമത്തെ തത്വം, അത് പറയുന്നത് വിവരങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ്, സ്റ്റേജസ് ഓഫ് പ്രോസസ്സിംഗ് എന്നാണ്. ഒരുപാട് മോഡലുകളുണ്ട്. അതിലേറ്റവും പ്രചാരത്തിലുള്ള ഒന്നാണ് അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ. അതനുസരിച്ച് വിവരങ്ങൾ ആദ്യമെത്തുന്നത് സെൻസറി മെമ്മറിയിലാണ്. സെൻസറി മെമ്മറി? അതെ, നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന വിവരങ്ങൾ, കാഴ്ച, കേൾവി, സ്പർശം അങ്ങനെയുള്ളവ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം രേഖപ്പെടുത്തുന്ന ഒരിടം. ഒരു സെക്കൻഡോ അതിൽ കുറവോ ഒക്കെ മാത്രം. ഒരു നിമിഷം, അപ്പോൾ ഈ ഘട്ടങ്ങളെപ്പറ്റി പറയുമ്പോൾ യൂണിറ്റ് 2ല് എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെന്താണ്? അതും ഈ ഘട്ടങ്ങളുമായി ബന്ധമുണ്ടോ? തീർച്ചയായും ബന്ധമുണ്ട്.
ആ സെൻസറി മെമ്മറിയിലെത്തുന്ന ആയിരക്കണക്കിന് വിവരങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് അറ്റൻഷൻ വളരെ കുറച്ചെണ്ണത്തിൽ മാത്രമായിരിക്കും. അങ്ങനെ ശ്രദ്ധ കിട്ടുന്ന വിവരങ്ങളാണ് അടുത്ത ഘട്ടമായ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറിയിലേക്ക് മാറുന്നത്. ഇവിടെയാണ് നമ്മൾ വിവരങ്ങളെ താൽക്കാലികമായി സൂക്ഷിക്കുകയും അതുപയോഗിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ കപ്പാസിറ്റിയും ലിമിറ്റഡ് ആണ്. ഇവിടെ നടക്കുന്ന ഒരു പ്രധാന പ്രോസസ്സാണ് എൻകോഡിംഗ്. അതായത് വിവരങ്ങളെ നമ്മുടെ ഓർമ്മയുടെ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന, സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ. ഓക്കെ, എൻകോഡിംഗ്. പിന്നീട് ഈ വിവരങ്ങൾ ദീർഘകാലത്തേക്ക്, ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കുന്നതിനെയാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ആ വിവരത്തെ പുറത്തെടുത്തുപയോഗിക്കുന്നതിനെ റിട്രീവൽ എന്നും പറയുന്നു. ഈ 3 പ്രോസസ്സുകളും എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ ഇവയാണ് വിവരങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തുന്നതിലും അവിടെ നിലനിൽക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നത്. ഓക്കെ, അപ്പോ സെൻസറി മെമ്മറിയിൽ നിന്ന് ശ്രദ്ധ കൊടുത്താൽ ഷോർട്ട് ടേം മെമ്മറിയിലെത്തി, അവിടെ വെച്ച് എൻകോഡിംഗ് നടക്കുന്നു. പക്ഷെ അവിടെ നിന്നും എങ്ങനെയാണ് ഈ വിവരങ്ങൾ സ്ഥിരമായി ഓർക്കുന്ന ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തുന്നത്? കാരണം അതാണല്ലോ പ്രധാനം. പരീക്ഷയ്ക്കൊക്കെ ഓർക്കണമെങ്കിൽ അവിടെ എത്തണമല്ലോ. അതെ, അവിടെയാണ് റിഹേഴ്സൽ എന്ന പ്രക്രിയയുടെ പ്രാധാന്യം വരുന്നത്. 2 തരം റിഹേഴ്സലുണ്ട്. ഒന്ന് മെയിൻ്റനൻസ് റിഹേഴ്സൽ, അതായത് വെറുതെ ആവർത്തിച്ചുരുടുന്നത്. ഇപ്പോൾ ഒരു ഫോൺ നമ്പർ കിട്ടിയാൽ അത് മറക്കാതിരിക്കാൻ നമ്മൾ മനസ്സിൽ ആവർത്തിക്കില്ലേ? അതുപോലെ ഇത് ഷോർട്ട് ടേം മെമ്മറിയിലെ വിവരങ്ങളെ കുറച്ചധികം നേരം പിടിച്ചു നിർത്താൻ സഹായിക്കും. പക്ഷേ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകാൻ ഇത് മാത്രം പോരാ. അവിടെയാണ് രണ്ടാമത്തെ തരം എലാബറേറ്റീവ് റിഹേഴ്സൽ പ്രസക്തമാകുന്നത്. അതായത് ആ പുതിയ വിവരത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കുക, അതിനൊരർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുക, അതിനെ നമ്മുടെ പഴയ അറിവുകളുമായി, നമ്മുടെ സ്കീമുകളുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുക. ആഴത്തിൽ ചിന്തിക്കുക, ബന്ധിപ്പിക്കുക. ഓക്കെ, അതെ. ക്രെയ്ഗൻ ലോക്ഹാർട്ട് പറഞ്ഞ ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് എന്ന ആശയവും ഇതുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളൊരു വിവരത്തെ എത്രത്തോളം ആഴത്തിൽ പ്രോസസ്സ് ചെയ്യുന്നുവോ, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെല്ലുന്നുവോ അത്രത്തോളം നന്നായി അത് ഓർമ്മയിൽ നിൽക്കും, വെറുതെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഈ യൂണിറ്റ് പഠിക്കുമ്പോൾ ഇതിലെ ഓരോ ആശയവും, ഉദാഹരണത്തിന് ഈ എലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന ആശയം, അത് വെറുതെ വായിച്ചു പോകാതെ ഇതെന്താണ്, എന്റെ പഠനത്തിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം, ഞാൻ മുൻപ് പഠിച്ച അറ്റൻഷനുമായി ഇതിനെങ്ങനെ ബന്ധിപ്പിക്കാം എന്നൊക്കെ ആലോചിക്കുന്നത്. അതാണ് ഈ എലാബറേഷൻ. നിങ്ങളെ MA പഠനത്തിൽ ഓർമ്മ കൂട്ടാൻ നേരിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണിത്. അതെ, അതുതന്നെ. ഈ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ നമ്മുടെ ഓർമ്മയുടെയും പഠനത്തിന്റെയും പിന്നിലുള്ള ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായൊരു ചിത്രം തരുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നത് വഴി നിങ്ങളുടെ പഠനരീതികൾ കുറച്ചുകൂടി എഫക്റ്റീവാക്കാൻ തീർച്ചയായും സാധിക്കും. വിവരങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നതെന്നറിയുന്നത് ഒരു സൈക്കോളജി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. ശരിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് സ്വയം ചോദിക്കാവുന്നൊരു ചോദ്യം ഇതാണ്: ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ എലാബറേറ്റീവ് റിഹേഴ്സൽ പോലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ പഠനരീതികളിൽ നിങ്ങൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? നിങ്ങളുടെ ഈ സൈക്കോളജി പേപ്പറുകളിലെ ആശയങ്ങൾ ദീർഘകാലം ഓർമ്മയിൽ നിൽക്കാൻ, നിങ്ങളുടെ നിലവിലുള്ള അറിവുകളുമായി, നിങ്ങളുടെ സ്കീമുകളുമായി അതിനെ ബന്ധിപ്പിക്കാൻ എന്ത് പുതിയ തന്ത്രങ്ങൾ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.